എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർദ്രം ഇൻറ്റീരിയൽസ് ചെയ്ത ഒരു അടിപൊളി രൂപക്കൂടിൻ്റേതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് രൂപക്കൂട് ചെയ്യുന്നതെന്ന്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ രൂപക്കൂട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോണം, ആ സ്പേസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ രൂപക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് രൂപക്കൂടിൻ്റെ ബോക്സ്, താഴെ വരുന്ന ബോക്സ് ഇതാണ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ രൂപക്കൂട് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മൾട്ടിവുഡിൽ തന്നെയാണ് ഫുള്ള് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫുൾ ഗ്യാരൻറ്റിയാണ്. മൾട്ടിവുഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫുൾ ഗ്യാരൻറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ മൾട്ടിവുഡിലാണ് ഫുള്ള് രൂപക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ പീസുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഡ്രോയറും ബാക്ക് ഷീറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ പരിപാടി ഏകദേശം തീരും. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഡ്രോയർ വരുന്ന ഭാഗത്തുള്ള പീസും പിന്നെ അതിനോട് തട്ടൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രോയർ വരുന്ന ഭാഗമാണ് കണ്ടത്, ആ ഗ്യാപ്പിലാണ് ഡ്രോയർ കയറേണ്ടത്. ഇനി നമുക്കിത് നേരെ അകത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തട്ടൊക്കെ ഇടാൻ കണ്ടത്. ഇപ്പോൾ തട്ടൊക്കെ റെഡിയായി. അതുപോലെ തന്നെ താഴെ വരുന്ന സ്കട്ടിങ് ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടത് താഴെ വരുന്ന സ്കട്ടിങ്, അപ്പോൾ പൊടിയൊന്നും അകത്തോട്ട് കയറാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. കണ്ടത് സ്കട്ടിങ്ങൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കട്ടിങ് എല്ലാം വെച്ചു. ഇനി നമ്മൾ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യാണ്. കേട്ടോ, മുകളിലോട്ടുള്ള ഭാഗങ്ങളാണ് ഏകദേശം ഒരു പില്ലർ പോലെ മോഡലിലൊക്കെ ഏകദേശം വരും കേട്ടോ. അപ്പോൾ ഇനി ഈ സംഭവം വന്നു. ഇനി നമുക്കിതിനെ ആ മുകളിലത്തെ തട്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. രൂപക്കൂടിൻ്റെ ടോപ്പിൽ തട്ട് വരുന്ന ഭാഗത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബോക്സ് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പീസാണ് ഈ കാണുന്നത് കണ്ടോ. ഇതിലോട്ട് നമ്മളിനി തട്ടിനുള്ള വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിലോട്ട് നമ്മളിനി തട്ടൊക്കെ പിടിപ്പിച്ച് അതിലെ ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇനി വെക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മളിനി പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ആ തട്ടിൽ നമ്മളെല്ലാം ലൈറ്റിനുള്ള ഹോളെല്ലാം ചെയ്ത് കണ്ട് വയറെല്ലാം വലിച്ചിട്ടു. ഇനി നമുക്കിതിലൊക്കെ മൈക്ക് ഒട്ടിക്കാൻ തുടങ്ങണം. അപ്പോൾ മൈക്ക് ഇപ്പോഴേ ഒട്ടിച്ച് തുടങ്ങണം കുറേ ഭാഗങ്ങളിലൊക്കെ. അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന് ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണെന്ന് അറിയണ്ടേ. നമ്മുടെ PVC മൈക്ക് തന്നെയാണ് നമ്മൾ രൂപക്കൊണ്ട് ഫുൾ എടുത്തിരിക്കുന്നത്. PVC മൈക്ക് തന്നെ, അത് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വരുന്ന വുഡിൻ്റെ തന്നെ ഒരു പ്രത്യേക ഡിസൈനുള്ള നല്ല രസമാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മൈക്കയുടെ ഡിസൈൻ കണ്ടല്ലോ. ഇതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ ഒരു സെറ്റായി വരുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ മനസ്സിലാവത്തുള്ളൂ. ഏകദേശം മെയിൻ ഭാഗങ്ങളിലൊക്കെ നമ്മൾ മൈക്ക് ഒട്ടിച്ച് ഇനി കാണുന്ന മെയിൻ ഫേസൊക്കെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി മെയിനായിട്ടൊരു ഷീറ്റും കൂടെ വരാണ്ട്, അതൊക്കെ വരുമ്പോഴേ നമ്മുടെ കറക്റ്റ് രൂപക്കൂട്ട ഷേപ്പൊക്കെ ആവത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ രൂപക്കൂടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ലൈറ്റൊക്കെ ഇട്ട് രൂപമൊക്കെ എടുത്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു രൂപക്കൂട് നമ്മുടെ വീട്ടിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആർദ്രം ഇൻറ്റീരിയൽസിനെ കോൺടാക്റ്റ് ചെയ്യുക. ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ നമ്പർ നമ്മൾ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ ബ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് കാണണ്ടേ. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു.